വിവാഹമോചനങ്ങൾ ധാരാളമായിട്ട് പെരുകുന്ന ഒരു കാലമാണ് ഇത്. സാധാരണഗതിയിൽ പരസ്പര സമ്മതപ്രകാരം നിയമപരമായിട്ട് വിവാഹമോചനം നേടുന്നതിന് കുറഞ്ഞത് 6 മാസമെങ്കിലും വേണ്ടിവരും. പക്ഷേ മോചനം നേടേണ്ടത് സ്വന്തം രാഷ്ട്രീയ പാർട്ടിയിൽ നിന്നാണെങ്കിൽ എന്താണ് മാർഗം? കോൺഗ്രസിൽ നിന്ന് ഒരു രാഷ്ട്രീയ ഡിവോഴ്സ് വിശ്വപൗരനായ ശശി തരൂർ MP ആഗ്രഹിച്ചിട്ട് കാലങ്ങൾ കുറേയായി. കോൺഗ്രസിൽ നിന്ന് സ്വാതന്ത്ര്യം നേടി പുറത്തു വരാൻ ആഗ്രഹമുണ്ടെങ്കിലും സ്വയം അങ്ങനെ ചെയ്യുന്നതിന് പകരം തന്നെ ആരെങ്കിലും ഒന്ന് ഇങ്ങോട്ട് പുറത്താക്കി തരൂ എന്നുള്ള മട്ടിലാണ് തരൂരിൻ്റെ ശ്രമം. ഒരു പഴയകാല സിനിമയിൽ ജയിലിലെ സുഖജീവിതവും സൗജന്യ ഭക്ഷണവും കിട്ടാൻ നടൻ ജഗതി ശ്രീകുമാർ അവതരിപ്പിച്ച കഥാപാത്രം നടു റോഡിൽ പായ വിരിച്ച് കിടന്ന് അറസ്റ്റിലാകുന്നത് പോലെയാണ് കോൺഗ്രസിൽ നിന്നൊന്ന് സ്വയം പുറത്താക്കി കിട്ടാൻ തരൂർ നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രമങ്ങൾ എന്ന് പറയുന്നത്. വാസ്തവത്തിൽ അദ്ദേഹത്തിൻ്റെ വിശേഷണങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. രാഷ്ട്രീയത്തിലെ ഭാഷാപരമായ സൗന്ദര്യ ശാസ്ത്രജ്ഞൻ, വിശ്വപൗരൻ, വാക്കുകൾ കൊണ്ട് ഇന്ദ്രജാലം തീർക്കുന്ന കോൺഗ്രസ് രാഷ്ട്രീയത്തിലെ പഴയ പുത്തൻ താരോദയം എന്നിങ്ങനെയുള്ള എല്ലാ വിശേഷണങ്ങളും ഒരു ഭാഗത്ത് നിൽക്കുന്നു. എന്തുകൊണ്ട് തരൂരിന് ഇത്രയും നാളുകളായിട്ടും താൻ ആഗ്രഹിക്കുന്ന രീതിയിൽ കോൺഗ്രസിൽ നിന്ന് പുറത്താകാൻ കഴിയുന്നില്ല? തന്നെ അവർ പുറത്താക്കാൻ വേണ്ടി അദ്ദേഹം ആഗ്രഹിക്കുന്നു, പക്ഷേ അവർ പുറത്താക്കുന്നില്ല. സ്വയം പുറത്തു പോകാനായിട്ട് തരൂരിന് താല്പര്യവുമില്ല. അതിന് പിന്നിൽ ചില അജണ്ടകളുമുണ്ട്. ഇപ്പോൾ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ശശി തരൂരിനെ പോലെ വ്യക്തിപ്രഭാവവും വിശ്വപൗരപ്രഭാവവും ഇല്ലെങ്കിലും ഇതിന് സമാനമായ അവസ്ഥയിലൂടെ കടന്നുപോയിട്ടുള്ള പല നേതാക്കന്മാരുമുണ്ട്. പക്ഷെ അവരെ സംബന്ധിച്ചിട്ട് തങ്ങൾ പാർട്ടിക്ക് അകത്താണോ പുറത്താണോ എന്നൊക്കെ ചോദിച്ചാൽ അവർക്ക് ഉത്തരവൊന്നുമില്ല. പക്ഷേ അങ്ങനെ പാർട്ടിക്ക് അകത്താണോ പുറത്താണോ എന്നതിനെക്കുറിച്ച് അവർ വലിയ രീതിയിൽ ആശങ്കപ്പെടുന്നുമില്ല. കാരണം അവരൊരു ഔട്ട് ഓഫ് ഫോക്കസ്, നമ്മൾ ക്യാമറയിൽ ഇങ്ങനെ ഫ്രെയിം ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു മങ്ങിയും, എന്നാൽ സൂക്ഷിച്ചു നോക്കിയാൽ കാണാം, എന്നാൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, ഇല്ല എന്ന് ചോദിച്ചാൽ ഇല്ല, ഇങ്ങനെയുള്ള പ്രതിച്ഛായയാണ് ഔട്ട് ഓഫ് ഫോക്കസ് പ്രതിച്ഛായ. പക്ഷേ തരൂർ അങ്ങനെയല്ല. ആ തരൂരിന് കൃത്യമായിട്ടുള്ളൊരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യം എന്ന് പറയുന്നത് എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് നിങ്ങൾ പുറത്താക്കി തരൂ എന്നുള്ളതാണ്. വാസ്തവത്തിൽ ക്ലാസ്സിൽ നിന്ന് സ്വയം പുറത്താക്കപ്പെടാൻ വികൃതി കുട്ടികൾ ചെയ്യുന്നത് പോലെ എത്രയെങ്കിലും കാര്യങ്ങൾ ചെയ്തിട്ടും ഈ വികൃതി തരൂരിനെ പുറത്താക്കുന്നില്ല. ഈ ഒരു കാര്യം നമ്മളെ സംബന്ധിച്ചിട്ട് കോൺഗ്രസിലേക്ക് പ്രവേശിക്കുന്നതിനേക്കാൾ 10 മടങ്ങ് പ്രയാസമാണ് അതിൽ നിന്ന് ഇറങ്ങിപ്പോരാൻ. പ്രവേശിക്കുന്നത് വളരെ ഈസി ആയിട്ടുള്ള ഒന്നാണ്. ഈസി എൻട്രി എന്ന് പറയുന്നതാണ് കോൺഗ്രസിലേക്ക്. ഇപ്പോൾ CPIM-ൽ ഒരു പാർട്ടി അംഗമാകണമെങ്കിൽ വലിയ പല കടമ്പകളും കടന്നു പോകേണ്ടതുണ്ട്. പക്ഷേ കോൺഗ്രസിനെ സംബന്ധിച്ചിട്ട് പാർട്ടിയിൽ അംഗമാകുന്നതിന് ഒരു കടമ്പയുമില്ല. ഓൺലൈനായിട്ട് അത് ചേരാവുന്നേ ഉള്ളൂ. പണ്ടൊക്കെ ഒരു 80കളിലും 90കളുടെ തുടക്കത്തിലുമൊക്കെ ടെലിവിഷൻ ചാനലുകളിൽ കോൺഗ്രസുമായി ബന്ധപ്പെട്ട AICC വാർത്തകൾ കാണുമ്പോൾ അതിൽ കാണാൻ കഴിയും കരുണാകരൻ അടക്കമുള്ളവരെല്ലാം അവിടെ ഒരു നിലത്ത് തറയിൽ കിടക്ക വിരിച്ചിട്ട് ആ കിടക്കയുടെ മുകളിൽ ഇരുന്നിട്ടാണ് AICC യോഗമൊക്കെ ചേർന്നിരുന്നത്. അന്നൊക്കെ പാർട്ടിയിൽ അംഗമാകുന്നതിന് ആകെ ഫീസ് 25 പൈസയായിരുന്നു. ഇന്ന് പൈസയില്ല. അതായത് എന്ന് പറയും, കാരണ പാർട്ടി എന്നൊക്കെ അന്ന് വിശേഷണവും ഉണ്ടായിരുന്നു. ഇപ്പോൾ കോൺഗ്രസിലേക്ക് 5 വർഷത്തേക്ക് അംഗമാകണമെങ്കിൽ 10 രൂപ കൊടുത്താൽ മതി. പക്ഷേ അതിലൊരു വ്യവസ്ഥകളൊക്കെ വെക്കും. ആ വ്യവസ്ഥ നമ്മൾ പാലിക്കണം നിർബന്ധമൊന്നുമില്ല. അതായത് ഖാദി ധരിക്കണം, പിന്നെ മതേതരത്വത്തിൽ വിശ്വസിക്കണം, ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കരുത്, വെള്ളമടിക്കരുത്, മയക്കുമരുന്ന് ഉപയോഗിക്കരുത്, ഇങ്ങനെയൊക്കെയുള്ള വ്യവസ്ഥകളുണ്ട്. പക്ഷേ അതൊക്കെ പാലിക്കുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് പാർട്ടി പ്രത്യേകിച്ച് ഒരു പരിശോധനയൊന്നും ചെയ്യുന്നില്ല. ആകെയുള്ളൊരു വ്യവസ്ഥ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ചെന്ന് പെട്ടതുപോലെയുള്ള അബദ്ധങ്ങളൊന്നും ചെന്ന് പെടരുത്, ഇങ്ങനെയുള്ളൊരു വ്യവസ്ഥയൊക്കെ ഉള്ളൂ. പക്ഷേ ഇതൊക്കെയാണെങ്കിലും ഈ പാർട്ടിയിൽ നിന്നൊന്ന് പുറത്താകാൻ ശ്രമിക്കുക എന്ന് പറഞ്ഞാൽ എളുപ്പമല്ല. അതൊരു രാവണൻ കോട്ടയ്ക്ക് അകത്ത് പെട്ടതുപോലെയാണ്. നിങ്ങളെ ആരും വന്ന് പുറത്താക്കി തരില്ല, നിങ്ങൾ തന്നെ പുറത്താകണം എന്നുള്ളതാണ് അതിൻ്റെ ഒരു ചരിത്രം എന്ന് പറയുന്നത്. ഈ ചരിത്രം നമ്മൾ എങ്ങനെയാണ് നോക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ കേരളത്തിലെ കാര്യം തന്നെ നോക്കുകയാണെങ്കിൽ ഗ്രൂപ്പ് തർക്കത്തിൻ്റെ വലിയ ഘട്ടങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ട്. ആ ഗ്രൂപ്പ് തർക്കത്തിൻ്റെ ഘട്ടങ്ങളിലൊക്കെ ഓരോരുത്തരും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ടുള്ള വാക്കുകൾ, ആരോപണങ്ങൾ, വിശേഷണങ്ങൾ, ഇതൊക്കെ നമ്മുടെ മുന്നിൽ ചരിത്രത്തിൻ്റെ രൂപത്തിലുണ്ട്. യൂട്യൂബിൽ കരുണാകരൻ്റെയും AK ആൻ്റണിയുടെയും ഒക്കെ വാഗ്വാദങ്ങൾ പരിശോധിച്ചാൽ അറിയാൻ കഴിയും. ഇപ്പോൾ AK ആൻ്റണിയെയൊക്കെ മുക്കാലിൽ കെട്ടി അടിക്കണമെന്ന് പരസ്യമായിട്ട് പ്രസംഗിച്ചവരൊക്കെ ഇപ്പോഴും വലിയ പദവികളിലിരിക്കുന്നു. കരുണാകരനെ ചാരൻ എന്നൊക്കെ വിളിച്ച് കളിയാക്കിയവരുണ്ട്. അവരൊക്കെ പാർട്ടിയുടെ പ്രധാനപ്പെട്ട തലങ്ങളിലെത്തി. അപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ചിട്ട് ഈ അച്ചടക്കം എന്ന് പറയുന്നത് ഒരു മോശം കാര്യമല്ല. അച്ചടക്കം ലംഘിക്കുക എന്ന് പറയുന്നത് ഒരു മോശം കാര്യമല്ല. അച്ചടക്കം എത്ര കൂടുതൽ നിങ്ങൾ ലംഘിക്കുന്നോ അത്രത്തോളം പാർട്ടിയിൽ വളർച്ചയുണ്ടാകുമെന്നുള്ളതാണ്. പക്ഷേ
ശശി തരൂരിനെ സംബന്ധിച്ചിട്ട് ഇതൊന്നും മനസ്സിലാക്കുന്നില്ല. അച്ചടക്കം ലംഘിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു, പക്ഷെ പുറത്താക്കപ്പെടുന്നില്ല. പുറത്താക്കണമെന്ന് ആഗ്രഹിക്കുന്നു. പുറത്താക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അച്ചടക്കം ലംഘിക്കാതിരിക്കുകയാണ് വാസ്തവത്തിൽ വേണ്ടതെന്ന് പറയുന്ന ആ രീതിയിലേക്ക് പോലും കാര്യങ്ങൾ പോകുന്നുണ്ടോ എന്ന് പറയും. അപ്പോൾ എന്നെ ഒന്ന് പുറത്താക്കൂ എന്ന് പല ഘട്ടങ്ങളിൽ അദ്ദേഹം ശ്രമിക്കുന്നു. അതിനുവേണ്ടി BJPയെ പുകഴ്ത്തുകയുണ്ടായി. ഓപ്പറേഷൻ സിന്ദൂറുമായിട്ട് ബന്ധപ്പെട്ട് കോൺഗ്രസിൻ്റെ കടുത്ത വിമർശനങ്ങൾ ഉയർന്ന സമയത്ത് തരൂര് നരേന്ദ്രമോദിയെ പുകഴ്ത്തി. എന്ന് മാത്രമല്ല, ഓപ്പറേഷൻ സിന്ദൂരിൽ സൈന്യത്തെ മാത്രമല്ല പ്രധാനമന്ത്രിയെയും പുകഴ്ത്തുകയുണ്ടായി. ഈ പുകഴ്ത്തലൊക്കെ വെറുതെ ആയിരുന്നില്ല. കോൺഗ്രസിൽ നിന്ന് തന്നെ പുറത്താക്കണം എന്നുള്ള ഒരു ഇച്ഛ കൊണ്ട് ആണ് എന്നൊക്കെ പറയാൻ കഴിയും. അപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിദേശ പര്യടനങ്ങളെ തരൂര് പുകഴ്ത്തുകയുണ്ടായി. ഇനി സോണിയാഗാന്ധി, കോൺഗ്രസിൻ്റെ അധ്യക്ഷയായിട്ടുള്ള സോണിയാഗാന്ധി പത്രത്തിൽ മോദിയുടെ വിദേശ നയത്തെ വിമർശിച്ചുകൊണ്ട് ലേഖനം എഴുതുന്നു. പക്ഷേ അതേ പത്രത്തിൽ തന്നെ ശശി തരൂർ ആ വിദേശ നയത്തെ അഭിനന്ദിച്ചുകൊണ്ട് ലേഖനം എഴുതുന്നു. അപ്പോൾ മോദിജിയെ അനുകൂലിച്ചുകൊണ്ട് അഭിനന്ദിച്ചുകൊണ്ട് ശശി തരൂർ ലേഖനം എഴുതിയത് കണ്ട പ്രധാനമന്ത്രി തരൂരിനോട് അമേരിക്കയിലും മറ്റും പോയിട്ട് ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ച് വിശദീകരിക്കാനുള്ള ആ ടീമിൻ്റെ തലവനാക്കി നിയോഗിക്കുകയും ചെയ്യുന്നു. കോൺഗ്രസിൻ്റെ ഒരു യോഗം നടക്കുന്ന സമയത്ത് അതേ പാർട്ടി പ്രവർത്തക സമിതിയുടെ യോഗം നടക്കുമ്പോൾ തരൂർ അതിൽ പങ്കെടുക്കാതെ പ്രധാനമന്ത്രിയുടെ പ്രസംഗം കേൾക്കാൻ പോകുന്നു. ഇങ്ങനെ കടുത്ത ജലദോഷവും ചുമയുമുണ്ട് എന്ന് പറഞ്ഞ് കോൺഗ്രസിൻ്റെ യോഗത്തിൽ നിന്ന് ഒരു ഭാഗത്ത് വിട്ടുനിൽക്കുന്നു. എന്നിട്ട് ആ അസുഖങ്ങളെയൊക്കെ അവഗണിച്ചുകൊണ്ട് പ്രധാനമന്ത്രിയുടെ പ്രഭാഷണത്തിൽ പങ്കെടുക്കുന്നു. രാംനാഥ് ഗോയങ്ക അനുസ്മരണ പ്രഭാഷണമായിരുന്നു അത്. ഇതൊന്നും തീരുന്നില്ല. അതായത് വിശ്രമരഹിതമായ പുരോഗതിക്കായി രാജ്യത്തോടുള്ള മോദിയുടെ പ്രഭാഷണം സാമ്പത്തിക രൂപഘടനയും സാംസ്കാരിക ആഹ്വാനവും ഉൾക്കൊള്ളുന്നതായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അഭിനന്ദിക്കുന്നു. ഈ രീതിയിൽ തന്നാൽ കഴിയുന്ന രീതിയിൽ കോൺഗ്രസിൽ നിന്ന് പുറത്തു പോകുന്നതിന് വേണ്ടി പരമാവധി ശ്രമിക്കുന്നു എന്ന് മാത്രമല്ല, മറുഭാഗത്ത് CPIM-നെ പുകഴ്ത്തുന്നു, കേരളത്തിലെ വ്യവസായ മുന്നേറ്റത്തെ പുകഴ്ത്തുന്നു. അപ്പോൾ CPIM-നെ ആദ്യം BJPയെ നിരന്തരമായിട്ട് പുകഴ്ത്തി, അത് കഴിഞ്ഞിട്ടും രക്ഷയില്ല, തന്നെ പുറത്താക്കുന്നില്ല എന്ന് മനസ്സിലാക്കുമ്പോൾ CPIM-നെ പുകഴ്ത്തുന്നു. ഇതുകൊണ്ടും പുറത്താക്കപ്പെടാതെ അദ്ദേഹം തുടരുന്നു കോൺഗ്രസിനകത്ത്. കാരണം കോൺഗ്രസ് എന്ന് പറയുന്നത് ആ രീതിയിൽ അച്ചടക്ക ലംഘനങ്ങളുടെ പേരിൽ ആരെയും വലിയ രീതിയിൽ പുറത്താക്കലിൻ്റെ ചരിത്രം ഉള്ള ഒന്നല്ല. ശശി തരൂരിന് ഇനി എന്താണ് അവസാനമായിട്ട് കോൺഗ്രസിൽ നിന്ന് പുറത്താക്കപ്പെടാൻ കളിക്കാൻ കഴിയുന്ന കളികൾ എന്നതാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത്. നന്ദി.